ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ട് കുക്കിംഗ് പരിപാടിയൊക്കെ തീർത്ത് വെച്ചിട്ട് ഒന്ന് അമ്പലം വരെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ പണി തുടങ്ങിയതാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നേരത്തെ പണി കഴിച്ച് പോയിട്ടില്ലെങ്കിൽ വരുമ്പത്തേക്ക് ഏത് നേരമാവുന്ന ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒക്കെ സെറ്റാക്കി വെച്ച് പോകുന്നതാണ് ഏറ്റവും പണി തീർക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ തന്നെ ഒരു കറി അങ്ങോട്ട് വെച്ച് തന്നാ പിന്നെ 2 സെക്ഷനിലേക്ക്, അതായത് രാവിലത്തേക്കും ഉച്ചത്തേക്കും അത് തന്നെ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് സെറ്റാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ഓൾമോസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി സെറ്റായിട്ടുണ്ട്. ഹിമോനെയൊക്കെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നേരത്തെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഹിമോനാണെങ്കിൽ ഓൾറെഡി ചുമയുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ ചുമയ്ക്കുന്നുണ്ട്. അങ്ങനെ നേരെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഭഗവതി സേവ അങ്ങനത്തെ കുറച്ച് പൂജകളൊക്കെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഹിമോന് സ്ഥിരം കിട്ടുന്ന പങ്ക് ഇന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നമ്പൂരിയുടെ വക. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പൂജയുടെ പ്രസാദം ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം നേരെ വീട്ടിൽ ചെന്നിട്ട് ഹിമോനെ ഒന്ന് പുറപ്പെടിപ്പിക്കാനൊക്കെ ഉണ്ട്. അതായത് ഫുഡൊക്കെ കൊടുത്തിട്ട് ഒക്കെ സെറ്റാക്കി നിർത്താനുണ്ട്. പിന്നെ ഈ മുത്തശ്ശി ഉണ്ടല്ലോ, ഈ മുത്തശ്ശി അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്നോട് നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് അച്ഛൻ്റെ ഗോവിന്ദൻ്റെ മരുമോളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനെ പറ്റി കുറേ സംസാരിച്ച് എന്നോട് അങ്ങനെ കുറേ നേരം എന്നോട് സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഷൈജേട്ടനെ കണ്ടപ്പോൾ കുറച്ച് സംസാരിച്ചതാണ്. ഈ പാത്രത്തിൽ എന്ത് പായസമാണെന്ന് അറിയാനുള്ള ആ ഒരു സമാധാനക്കേടില്ലേ, അതായിരുന്നു കേട്ടോ. അങ്ങനെ നിവർത്തി കെട്ടിട്ട് ഞാൻ പറഞ്ഞെന്താ നോക്കിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് തുറന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ആൾക്ക് സമാധാനമായത്. ഇത് അവൻ വിചാരിച്ചിരിക്കുന്ന പാൽപ്പായസമാണെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അതല്ല ശർക്കര പായസം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായി വന്നതുകൊണ്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. വേഗം കുളിച്ച് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അതാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ വന്നത് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചായ കുടിച്ചിട്ട് വേണം ഹിമോനെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പ്രസാദമൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ എടുത്തതാ ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയും അടിക്കാൻ പോവുകയാണ്. നേരത്തെ എണീറ്റതുകൊണ്ട് ഭയങ്കരമായി വിശന്നു കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അങ്ങനെ നന്നായി അടിച്ചു കയറ്റി. ഇനിയിപ്പോൾ ഹിമോനെ സ്കൂളിലേക്ക് വിടാനുള്ള പരിപാടിയിൽ ഇന്നിപ്പം വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ അവന് കളർ ഡ്രസ്സാണ്, യൂണിഫോം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഇതന്നെ ഇട്ടിട്ട് പറഞ്ഞയക്കാന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയതല്ലേ, ഇനിയിപ്പോൾ കുറച്ച് ഞാൻ മഴയൊക്കെ പെയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിൽ പോകണം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എന്നോട് എറിഞ്ഞൊക്കെ നോക്കി. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, വേഗം വിട്ടു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ്. അങ്ങനെ വണ്ടി വരുന്ന ആ ഒരു നേരത്തെ ആള് ടിവിയും കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.